2023 ഒക്ടോബർ മാസം ഞങ്ങളുടെ വീട്ടിൽ സ്ഥാപിച്ച സോളാർ പവർ പ്ലാന്റ് കഴിഞ്ഞ 2 വർഷം ഉപയോഗിച്ചതിൽ നിന്നുണ്ടായ അനുഭവമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുവാൻ ശ്രമിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ഒരു മാസമായി ഇറാൻ യുദ്ധവേളയിൽ പാചകവാതകത്തിന്റെയും പെട്രോൾ ഉൽപ്പന്നങ്ങളുടെയും ലഭ്യത കേന്ദ്ര സർക്കാർ ഒരു പരിധിവരെ ഉറപ്പാക്കിയെങ്കിലും നമ്മുടെ രാജ്യത്തില്ലാത്ത ഒരു ഊർജ്ജത്തിനെ ആശ്രയിക്കുന്നതുകൊണ്ടുള്ള കുഴപ്പങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ ഒരു അസ്ഥിരതയുണ്ടായപ്പോൾ നമ്മൾ ഈ ദിവസങ്ങളിൽ നേരിട്ടും വാർത്തയിലൂടെയും ഒക്കെ മനസ്സിലാക്കി. ഈ സാഹചര്യത്തിലാണ് നമ്മൾ താമസിക്കുന്നിടത്ത് ലഭിക്കുന്ന സൗരോർജ്ജത്തെ നമ്മൾ വേണ്ടത്ര രീതിയിൽ ഉപയോഗപ്പെടുത്താതെ പാഴാക്കുന്നതെന്ന് കൂടി മനസ്സിലാക്കുക. ഭൂരിപക്ഷം ആളുകൾക്കും സോളാർ പ്ലാന്റിനെ പറ്റി ഒരു വ്യക്തമായ ധാരണയില്ലാത്തതിനാലാണ് സൗരോർജ്ജത്തിന്റെ ഗുണഭോക്താവാകാത്തത് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിനെപ്പറ്റിയുള്ള എന്റെ അറിവുകൾ ഞാൻ പങ്കുവെക്കുവാൻ ശ്രമിക്കുന്നത്. ആദ്യമായി നമ്മുടെ ഇലക്ട്രിസിറ്റി ബിൽ നിലവിൽ എത്ര രൂപയാണ് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇങ്ങനെ ഒരു പ്ലാന്റ് ലാഭകരമാണോ എന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഏകദേശം 2000 രൂപയ്ക്ക് മുകളിലേക്ക് ഇലക്ട്രിസിറ്റി ബിൽ വരുന്നവർക്ക് ഇങ്ങനെ ഒരു സോളാർ പ്ലാന്റ് സ്ഥാപിക്കുന്നതിനെ പറ്റി ആലോചിക്കാവുന്നതാണ്. 3000 രൂപ വരെയൊക്കെ ബില്ല് വരുന്നവർ 3 കിലോവാട്ട് കപ്പാസിറ്റിയുള്ള പ്ലാന്റും അതിന് മുകളിലേക്ക് 6000 രൂപ വരെയൊക്കെ ബില്ല് വരുന്നവർക്ക് 5 കിലോവാട്ട് പ്ലാന്റും സ്ഥാപിച്ചാൽ ഈ 2 മാസം കൂടുമ്പോൾ കറണ്ട് ചാർജായി വരുന്ന വലിയ തുകകൾ ഒഴിവാക്കി മാസാമാസം സ്ലാബ് അടിസ്ഥാനത്തിൽ വരുന്ന ഫിക്സഡ് ചാർജ് മാത്രം കൊടുത്താൽ മതിയാകും. ഇങ്ങനെ ഒരു സോളാർ പ്ലാന്റ് സ്ഥാപിക്കാൻ തീരുമാനിച്ചാൽ പിന്നെ ഏത് ടൈപ്പ് പ്ലാന്റ് വേണമെന്നുള്ളത് നമ്മുടെ ആവശ്യങ്ങൾക്കും സാമ്പത്തികത്തിനും അനുസരിച്ച് തിരഞ്ഞെടുക്കാവുന്നതാണ്. 3 തരത്തിലുള്ള സിസ്റ്റം നിലവിൽ ലഭ്യമാണ്. ആദ്യത്തേത് ഓഫ് ഗ്രിഡ് സിസ്റ്റമാണ്. ഈ സംവിധാനത്തിൽ നമ്മൾ പകൽ സമയം പ്ലാന്റിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന കറണ്ട് ബാറ്ററിയിൽ സൂക്ഷിച്ച് ആവശ്യാനുസരണം ഉപയോഗിക്കുക എന്നതാണ്. രണ്ടാമതായി ഉള്ളത് ഓൺ ഗ്രിഡ് സിസ്റ്റമാണ്. ഇതിൽ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി KSEBയുടെ ലൈനിലേക്ക് കൊടുക്കുകയും നമ്മുടെ ആവശ്യത്തിനുള്ള വൈദ്യുതി KSEBയുടെ ലൈനിൽ നിന്ന് തിരികെ എടുക്കുന്ന രീതിയാണ്. ഇതാവുമ്പോൾ ഓഫ് ഗ്രിഡ് സിസ്റ്റം ഉപയോഗിക്കുമ്പോഴുള്ള ബാറ്ററിയുടെ ഭാരിച്ച ചിലവ് ഒഴിവാക്കാം. കൂടാതെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് സബ്സിഡിയും ലഭിക്കുന്നതിനാൽ ഇതാണ് കൂടുതലും ആളുകൾ തിരഞ്ഞെടുക്കുന്നത്. ഈ പറഞ്ഞ കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെ ഞങ്ങളും ഓഫ് ഗ്രിഡ് സിസ്റ്റമാണ് വീട്ടിലേക്ക് തിരഞ്ഞെടുത്തത്. ഇതിന്റെ പോരായ്മ എന്നത് KSEBയുടെ ലൈനിൽ കറണ്ട് പോകുമ്പോൾ സൗരോർജ്ജം ഉൽപ്പാദിപ്പിക്കുകയോ നമ്മുടെ വീട്ടിൽ കറണ്ടോ ഉണ്ടാവുകയില്ല. ആ സമയത്ത് നമ്മളുടെ വീട്ടിൽ ഇൻവേർട്ടർ ഉള്ള പക്ഷം അത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. മൂന്നാമതായി ഉള്ളത് അടുത്ത കാലത്ത് മാത്രം നിലവിൽ വന്ന ഹൈബ്രിഡ് സിസ്റ്റമാണ്. ഇത് ഓൺ ഗ്രിഡ് സിസ്റ്റത്തിന്റെയും ഓഫ് ഗ്രിഡ് സിസ്റ്റത്തിന്റെയും ഒരു സമന്വയമാണെന്ന് പറയാം. ഈ സിസ്റ്റത്തിൽ ബാറ്ററി ബാക്കപ്പോടുകൂടി KSEBക്ക് കറണ്ട് നൽകുന്ന രീതിയാണ്. സാധാരണഗതിയിൽ KSEBയുടെ ലൈനിൽ നിന്ന് കറണ്ട് എടുക്കുകയും കറണ്ട് പോകുന്ന പക്ഷം പകലാണെങ്കിൽ സോളാർ പ്ലാന്റിൽ നിന്നും രാത്രിയാണെങ്കിൽ ഈ സിസ്റ്റത്തിൽ കണക്ട് ചെയ്തിട്ടുള്ള ബാറ്ററിയിൽ നിന്നും വൈദ്യുതി എടുക്കുന്നതിനാൽ വീട്ടിൽ കറണ്ട് പോകുന്നത് ഒഴിവാക്കാമെങ്കിലും ഇതിനുപയോഗിക്കുന്ന ലിഥിയം അയൺ ബാറ്ററിക്കും ഇൻവേർട്ടറിനും നല്ല വിലയാണ് എന്നതാണ് ഇതിന്റെ പോരായ്മ. 2023 ഞങ്ങൾ സ്ഥാപിച്ചത് ഓൺ ഗ്രിഡ് സിസ്റ്റം ആണെന്ന് പറഞ്ഞുവല്ലോ. അന്ന് 2 പദ്ധതികൾ നിലവിലുണ്ടായിരുന്നു. KSEBയുടെ സബ്സിഡി സ്കീമായ സൗരയും കേന്ദ്ര സർക്കാരിന്റെ MNRE സ്കീമും. ഇതിൽ തമ്മിലുള്ള വ്യത്യാസം എന്നത് KSEBയുടെ സൗര സ്കീമിൽ സബ്സിഡി കുറച്ചുള്ള തുക കൊടുത്താൽ മതിയായിരുന്നു എന്നതാണ്. കേന്ദ്ര സർക്കാരിന്റെ MNRE സ്കീമിൽ മുഴുവൻ തുക അടച്ച ശേഷം 2 മാസം കഴിയുമ്പോൾ ബാങ്ക് അക്കൗണ്ടിലേക്ക് സബ്സിഡി വരുന്ന രീതിയായിരുന്നു. സബ്സിഡി കുറച്ചുള്ള തുക കൊടുക്കുന്ന സൗകര്യം ഉണ്ടായിരുന്നതിനാൽ ഞങ്ങൾ KSEBയുടെ സൗരയാണ് തിരഞ്ഞെടുത്തത്. ഇന്ന് കേന്ദ്ര സർക്കാരിന്റെ MNRE സ്കീം മാത്രമാണ് നിലവിലുള്ളത്. ഗാർഹിക ഉപയോഗത്തിനായി സ്ഥാപിക്കുന്ന 3 കിലോവാട്ട് വരെയുള്ള പ്ലാന്റിന് ഏകദേശം 40% സബ്സിഡിയും 3 കിലോവാട്ടിന് മുകളിലേക്കുള്ള പ്ലാന്റിന് ഏകദേശം 20% വരെയുമാണ് MNRE സബ്സിഡി. സോളാർ പ്ലാന്റ് സ്ഥാപിക്കുന്നതിനായി നമ്മൾ സർക്കാർ വെബ്സൈറ്റിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃതമായ ഒരു ഡീലറെ തിരഞ്ഞെടുക്കുക എന്നതാണ് ആദ്യമായി ചെയ്യേണ്ടത്. സോളാർ പ്ലാന്റ് സ്ഥാപിക്കുമ്പോൾ പല രീതിയിലുള്ള കബളിപ്പിക്കലുകളും നടക്കുന്നതിനാൽ വിശ്വസിക്കാവുന്ന ബ്രാൻഡ് എന്ന നിലയിൽ ടാറ്റ സോളാർ ആണ് ഞാൻ തിരഞ്ഞെടുത്തത്. ടാറ്റ സോളാറിന്റെ പത്തനംതിട്ട ജില്ലയിലെ ഡീലറായ ഹിരണ്യ സോളാറിനെ ഉടൻ തന്നെ ബന്ധപ്പെട്ടു. 2 മാസം കൂടുമ്പോൾ ഞങ്ങൾക്ക് വന്നിരുന്നത് 4000 രൂപയ്ക്ക് മുകളിലുള്ള ഇലക്ട്രിസിറ്റി ബിൽ ആയിരുന്നതിനാൽ ഞങ്ങൾ 4.68 കിലോവാട്ട് കപ്പാസിറ്റിയുള്ള പ്ലാന്റ് ആണ് തിരഞ്ഞെടുത്തത്. ഹിരണ്യ സോളാർ തന്നെയാണ് ഞങ്ങൾക്ക് വേണ്ടി പേപ്പർ വർക്കുകളെല്ലാം ചെയ്തത്. ജൂലൈ മാസത്തിൽ തുടങ്ങിയ പേപ്പർ വർക്കുകളുടെ ഫലമായി ഒക്ടോബർ 28-ന് പ്ലാന്റ് പ്രവർത്തനക്ഷമമായി. ഞങ്ങളുടെ പ്ലാന്റിൽ ടാറ്റയുടെ 9 സോളാർ പാനലുകളാണ് ഉപയോഗിക്കുന്നത്. സോളിസ് കമ്പനിയുടേതാണ് ഇൻവെർട്ടർ. സോളാർ പാനലും ഇൻവെർട്ടറും എല്ലാം ഇൻസ്റ്റാൾ ചെയ്ത ശേഷമാണ് ഹിരണ്യ സോളാറിന് ഞങ്ങൾ സബ്സിഡി തുകയായ 52,662 രൂപ കുറച്ച ശേഷം 2,01,389 രൂപ നൽകിയത്. ഇതുകൂടാതെ ഞങ്ങളുടെ വീട് ഫ്ലാറ്റ് റൂഫ് അല്ലായിരുന്നതിനാൽ പാനൽ ഫ്രെയിം ടാറ്റ സോളാർ ആയിരുന്നില്ല ചെയ്തത്. ഫ്രെയിം ഉണ്ടാക്കാൻ ആവശ്യമായ മെറ്റീരിയൽ വാങ്ങിയ വകയിൽ ഏകദേശം 20,000 രൂപയും അതുണ്ടാക്കിയ ഹിരണ്യ സോളാറിന്റെ പണിക്കാർക്ക് 15,000 രൂപ പണികൂലിയുമായി നൽകിയിരുന്നു. പ്ലാന്റ് സ്ഥാപിച്ച ശേഷം ഞങ്ങൾക്ക് കഴിഞ്ഞ മാസം വരെ വന്ന കറണ്ട് ബില്ലുകൾ ഇങ്ങനെയാണ്. നമ്മൾ സോളാർ പ്ലാന്റിൽ ഉൽപ്പാദിപ്പിച്ച് KSEBക്ക് നൽകുന്ന കറണ്ടിൽ നിന്ന് നമ്മുടെ ഉപയോഗശേഷം ബാക്കി വരുന്ന കറണ്ട് KSEB ബാങ്ക് ചെയ്യും. ഇത് കൃത്യമായി രേഖപ്പെടുത്തുന്നത് KSEB സ്ഥാപിക്കുന്ന ഒരു ബൈ ഡയറക്ഷണൽ നെറ്റ് മീറ്ററിന്റെ സഹായത്തോടുകൂടിയാണ്. ഓരോ വർഷത്തിലെയും മാർച്ച് മാസം വരെ ഇങ്ങനെ ബാങ്ക് ചെയ്യപ്പെടുന്ന കറണ്ടിന് ഒരു യൂണിറ്റിന് ഏകദേശം 3 രൂപ നിരക്കിൽ വിലയിട്ട് KSEB ഏപ്രിൽ മാസം കസ്റ്റമറുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആക്കുകയും ചെയ്യും. 2024-2025 വർഷങ്ങളിൽ ഞങ്ങൾ ബാങ്ക് ചെയ്തത് യഥാക്രമം 1393 യൂണിറ്റും 1527 യൂണിറ്റുകളുമാണ്.
എന്നുള്ളതാണ്. സോളാർ പ്ലാന്റ് സ്ഥാപിച്ച ശേഷമുള്ള ആദ്യത്തെ 5 വർഷത്തെ പാനൽ ക്ലീനിംഗ് സർവീസ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്ത ഡീലർ നൽകണമെന്നാണ് സർക്കാർ നിബന്ധന. അത് ഓരോ 6 മാസം കൂടിയിരിക്കുമ്പോൾ ടാറ്റ സോളാറിൽ നിന്ന് ആളുകൾ വന്ന് ചെയ്യുന്നുമുണ്ട്. KSEB ആദ്യകാലങ്ങളിൽ സമയം നോക്കാതെയാണ് റീഡിംഗ് എടുത്തിരുന്നതെങ്കിൽ 2025 മാർച്ച് മാസം മുതൽ നോർമൽ ടൈം, പീക്ക് ടൈം, ഓഫ് പീക്ക് ടൈം എന്നീ 3 വിഭാഗങ്ങളായി സമയത്തെ തിരിച്ചാണ് നമ്മൾ കൊടുക്കുന്നതും ഉപയോഗിക്കുന്നതുമായ വൈദ്യുതി രേഖപ്പെടുത്തുന്നതും അതിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള സ്ലാബിലെ ഫിക്സഡ് ചാർജ് ആണ് നമ്മളിൽ നിന്ന് ഓരോ മാസം ഈടാക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളിൽ കേന്ദ്ര സർക്കാർ സൗരോർജ്ജം ഉപയോഗപ്പെടുത്താൻ പ്രോത്സാഹിപ്പിക്കുന്ന സാഹചര്യത്തിൽ അതിൽ നിന്ന് വിരുദ്ധമായി KSEB സ്ഥാപിച്ച റെഗുലേറ്ററി കമ്മീഷൻ സൗരോർജ്ജ പ്ലാന്റ് സ്ഥാപിച്ച ഉപഭോക്താക്കളെ നഷ്ടത്തിലാക്കുന്ന രീതിയിലുള്ള നെറ്റ് ബില്ലിംഗ്, ഗ്രോസ് മീറ്ററിംഗ് പോലെ പല മാറ്റങ്ങളും ബില്ലിംഗിൽ കൊണ്ടുവരാൻ ശ്രമിച്ചെങ്കിലും 2025 നവംബർ മാസം കൺസ്യൂമർ ഫോറം നൽകിയ പരാതിയിന്മേൽ കേരള ഹൈക്കോടതി അത് സ്റ്റേ ചെയ്യുകയുണ്ടായി. ഇന്നും ആ സ്റ്റേ നിലനിൽക്കുകയാണ്. ഞങ്ങൾ പ്ലാന്റ് സ്ഥാപിച്ചപ്പോൾ സോളാർ പാനലിൽ ഉണ്ടായിരുന്ന 12% GST ഇപ്പോൾ 5%. കഴിഞ്ഞ ബജറ്റിൽ കേന്ദ്ര സർക്കാർ കുറച്ചത് നിലവിൽ പ്ലാന്റ് സ്ഥാപിക്കുന്നവർക്ക് കൂടുതൽ ലാഭകരമായ വേളയിൽ KSEB ഹൈക്കോടതിയുടെ സ്റ്റേ മറികടന്നെത്തും മുമ്പ് താല്പര്യമുള്ളവർക്ക് പുതിയ പ്ലാന്റിനായി അപേക്ഷിക്കാവുന്നതാണ്. KSEBയുടെ ഒരു ഫീസിബിലിറ്റി സർട്ടിഫിക്കറ്റ് നേടുക എന്നതാണ് ഓൺ ഗ്രിഡ് സിസ്റ്റം വെക്കുന്നവരുടെ ഇപ്പോഴത്തെ കടമ്പ. നമ്മുടെ വീട്ടിലേക്ക് കണക്ഷൻ നൽകിയിരിക്കുന്ന ട്രാൻസ്ഫോമറിന്റെ കപ്പാസിറ്റിയുടെ 80% ആകുന്നത് വരെ മാത്രമാണ് ആ ഭാഗത്തുള്ളവർക്ക് KSEB ഫീസിബിലിറ്റി സർട്ടിഫിക്കറ്റ് നൽകുക. സോളാർ പ്ലാന്റ് സ്ഥാപിച്ചതിലൂടെ ഞങ്ങൾക്കുണ്ടായ ഗുണമെന്നത് വൈദ്യുതി ബില്ലിനെ പേടിക്കാതെ നിർലോഭമായി വൈദ്യുതി ഉപയോഗിക്കാൻ കഴിയുന്നു എന്നതാണ്. കൂടാതെ പാചകവാതത്തെ ആശ്രയിച്ചുള്ള കുക്കിംഗ് 95% ഇൻഡക്ഷൻ കുക്കറിലേക്ക് മാറ്റുവാനും സാധിച്ചു. ഇലക്ട്രിക് സ്കൂട്ടറും കാറും ഒക്കെ ഉള്ളവർക്ക് ₹1 പോലും വൈദ്യുതിക്കായി നൽകാതെ യാത്ര ചെയ്യുകയുമാകാം. ഞങ്ങൾ ആ രീതിയിൽ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ ഉപയോഗിക്കുന്നുണ്ട്. സോളാർ പ്ലാന്റിനായി ബാങ്കുകളിൽ നിന്ന് 6% പലിശയിൽ 2 ലക്ഷം രൂപ വരെ ഇന്ന് ലോൺ ഡീലർമാർ തന്നെ തരപ്പെടുത്തി തരുന്ന സാഹചര്യമുള്ളപ്പോൾ നിങ്ങളുടെ ചുറ്റുവട്ടത്ത് അധികം ആളുകൾ സോളാറിലേക്ക് മാറും മുമ്പ് നിങ്ങൾ കണക്ഷൻ എടുത്താൽ KSEBയുടെ ഫീസിബിലിറ്റി കടമ്പയും KSEBയുടെ റെഗുലേറ്ററി കമ്മീഷൻ കൊണ്ടുവരുന്ന പുതിയ നയങ്ങളിൽ നിന്ന് എക്സിസ്റ്റിംഗ് കസ്റ്റമർ എന്ന നിലയിൽ ലഭിക്കാവുന്ന പരിഗണനയും എത്രയും വേഗം ഉറപ്പാക്കാവുന്നതാണ്. ഇത് മാത്രമാണ് ഭാവിയിലേക്കുള്ള ഊർജ്ജ സുരക്ഷയ്ക്കായി നമുക്ക് ഇന്ന് ചെയ്യാൻ പറ്റുന്നതെന്നാണ് എന്റെ അഭിപ്രായം. ഇന്നത്തെ നെറ്റ് മീറ്ററിംഗ് തുടരുന്ന അവസ്ഥയിൽ നമ്മൾ മുടക്കുന്ന തുക ഏകദേശം 5-6 വർഷം കൊണ്ട് നമുക്ക് തിരികെ ലഭിക്കുന്ന അവസ്ഥയാണുള്ളത്. 2 വർഷങ്ങൾക്ക് മുമ്പ് 2 മാസം 450 യൂണിറ്റ് ഒക്കെ ഉപയോഗിച്ചിരുന്ന സ്ഥാനത്ത് ഇന്ന് 1 മാസം 400 യൂണിറ്റോളം ഉപയോഗിച്ച ശേഷവും ഞങ്ങൾ ഒരു ചെറിയ തുക മാത്രമാണ് വൈദ്യുതിക്കായി നൽകുന്നത്. ഇനിയിപ്പോൾ സോളാർ കൺസ്യൂമേഴ്സ് നൽകിയിരിക്കുന്ന ഹർജി മറികടന്ന് KSEB പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നാലും കുറഞ്ഞത് 20 വർഷം സൗരോർജ്ജം ഉൽപ്പാദിപ്പിക്കാവുന്ന പ്ലാന്റിൽ നിന്ന് നമ്മൾ മുടക്കിയ തുക തിരികെ കിട്ടാൻ 6 വർഷം എന്നത് ചിലപ്പോൾ 8 വർഷമായാലും സോളാർ പ്ലാന്റ് സ്ഥാപിക്കുന്നത് ലാഭകരമാണെന്നതിൽ സംശയമൊന്നുമില്ല.